എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നുന്നത്. ആ, മായ വന്നല്ലോ. മായയെ കാണുമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാവ? ഇളയമ്മ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. ദേ, എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തടത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദമാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദമാക്കി തരാം. പക്ഷെ ആ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ, സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമന്മാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ, ഏലസ് അത് പോയാ പ്രശ്ന. അവിടെ നിൽക്ക് കുട്ടികളെ. ഏലസ് തന്നെ.
വർഷങ്ങൾക്ക് മുമ്പ് ഗർഭാവസ്ഥയിൽ ജീവനോടെ ചിതയിൽ എരിഞ്ഞടങ്ങിയ കോരോത്ത് ദാസിപ്പണിന്റെ ആത്മാവ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞു പോവില്ല. പണ്ട് മേപ്പാടൻ ആവാഹിച്ച് കണ്ണേറ്റിങ്കര കാളിക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ ബന്ധിച്ച ആ ദുരാത്മാവ് പുറത്തു ചാടിയത് തികച്ചും ആകസ്മികമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയണേ? കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ കുട്ടി ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ കണ്ണേറ്റിങ്കര ക്ഷേത്രവും സന്ദർശിക്കാനെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച ആൽമരത്തിൽ തറച്ച മായാഗംഗയുടെ ദുരാത്മാവ് ആണി ഊരിയത് വഴി ഡെയ്സിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അന്നേരം അതാരും മനസ്സിലാക്കിയില്ല. പക്ഷേ രാത്രി വീട്ടിലെത്തിയതിനു ശേഷം ഡെയ്സിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പ്രാർത്ഥനയിലും ആഹാര കാര്യത്തിലുമെല്ലാം അവൾ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മായാഗംഗയായി. ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ അവൾ വീട് വിട്ടിറങ്ങി. മാണിക്കശ്ശേരി കോവിലകത്തെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം. കോവിലകത്ത് പ്രവേശിക്കാൻ വേണ്ടി അവൾ മനഃപൂർവ്വം ഉണ്ണിയുമായി സൗഹൃദം സൃഷ്ടിക്കുകയായിരുന്നു. ഇനി എന്താ അച്ഛോ ഒരു പരിഹാരം? കാര്യങ്ങളുടെ ഗൗരവം ഇനി ഇവരോട് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നും ബാധ ഒഴിഞ്ഞു പോകുമ്പോ ഒരു മരണം ഏതായാലും ഉറപ്പാ. കർത്താവേ, അവൾ കടങ്ങാത്ത പ്രതികാരമുള്ള കോലോത്ത ഏതെങ്കിലും തമ്പുരാന്റെ ജീവനാകാം. അല്ലെങ്കിൽ കുടിയേറിയിരിക്കുന്ന ആ ശരീരത്തിന്റെ, അതായത് ഡെയ്സിയുടെ ജീവനാകാം. ഏതെങ്കിലും ഒന്നിനെ നശിപ്പിക്കാതെ, ഒരു നാശം കാണാതെ അവൾ ഒഴിഞ്ഞു പോവില്ല. എല്ലാ ശക്തികൾക്കും ഉപരിയായി ദൈവമെന്ന ശക്തിയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. വിശ്വാസങ്ങൾ പലതായാലും പ്രപഞ്ചത്തിൽ ദൈവം ഒന്നേയുള്ളൂ. അവൻ തന്നെ രക്ഷിക്കണം. അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടുന്നില്ല. പ്രതീക്ഷ കൈവിടണ്ട. ഞങ്ങൾ കാര്യങ്ങൾ ഒന്നുകൂടി വിശകലനം ചെയ്യട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കുക. വരൂ മേപ്പാടൻ. എന്താ മേപ്പാടൻ, തന്റെ ബുദ്ധിയിൽ എന്തെങ്കിലും? കടുത്ത പ്രയോഗമാ. ഇതുവരെ ആരും പരീക്ഷിച്ചിട്ടില്ല. ഈ അവസ്ഥയിൽ ഒരു മരണം ഒഴിവാക്കാൻ വേണ്ടി എത്ര കടുത്ത പ്രയോഗവുമാകാം. വേറെ പോംവഴിയില്ലെങ്കിൽ മാന്ത്രിക ഗ്രന്ഥങ്ങളിലെ മർമ്മപ്രധാനമായ ആഭിചാര കർമ്മങ്ങളിൽ ഒരു ദഹന ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട്. മരണാനന്തര കർമ്മങ്ങൾ നടത്തിയതിനു ശേഷം ദഹനഹോമം ചെയ്ത് ആത്മാവിനെ എന്നേക്കുമായി ഒഴിപ്പിക്കുക. ഒരു പരീക്ഷണ പ്രയോഗം. തനിക്കതിന് കഴിയും മേപ്പാടൻ. ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. തന്റെ കർമ്മങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുവരെ ഞാൻ പ്രാർത്ഥനാമുറിയിലുണ്ടാവും.